നമസ്കാരം. ജോലി നേടുന്നവർക്കായുള്ള പ്രത്യേക വീഡിയോയാണ് ഇത്. കേരളത്തിലകത്തും പുറത്തും നിരവധി ജോലി സാധ്യതകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. നമുക്ക് ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ആദ്യം തന്നെ വിദേശത്ത് മികച്ച ശമ്പളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയാൻ പോകുന്നത്. വിദേശ രാജ്യങ്ങളിലെത്തി അവിടെ നിന്ന് തൊഴിൽ നേടുന്നതിനേക്കാൾ ഇവിടെ നിന്ന് ജോലി കിട്ടി അവിടേക്ക് പോകുന്നത് തന്നെയാണ് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം. എന്നാൽ കടൽ കടക്കാൻ ലക്ഷ്യം വെക്കുന്നവർ പലപ്പോഴും വ്യാജ റിക്രൂട്ട്മെന്റുകളിൽ പെട്ടുപോകാറുണ്ട്. അടുത്തിടെ തന്നെ ഇത്തരം നിരവധി തട്ടിപ്പുകളുടെ കഥകളും പുറത്തു വന്നിട്ടുള്ളതാണ്. ലക്ഷങ്ങളാണ് പലർക്കും ഇതിലൂടെ നഷ്ടമായത്. എന്നാൽ ഇത്തരം വ്യാജ റിക്രൂട്ട്മെന്റ് ഭയക്കാതെ വിദേശത്ത് ജോലി നേടാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡെപെക് ആണ് നിയമനം നടത്തുന്നത്. സൗദിയിലേക്കാണ് നിയമനം. യോഗ്യത, ശമ്പളം അടക്കമുള്ള വിവരങ്ങൾ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. ആദ്യം തന്നെ BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ സ്ത്രീകൾക്കാണ് അവസരം വന്നത്. BSc, PBBN, MSc നഴ്സിംഗ് എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഇതിനാവശ്യമാണ്. നിലവിൽ ജോലി ചെയ്യുന്നവരായിരിക്കണമെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. കരിയറിൽ 6 മാസത്തെ ഇടവ് ഉള്ളവരെ പരിഗണിക്കുന്നതല്ല. അതായത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട 6 മാസം കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല. ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. ശമ്പളമായി കിട്ടാൻ പോകുന്നത് 91,000 രൂപയാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. താമസ സൗകര്യവും വിസയും വിമാന ടിക്കറ്റും സൗജന്യമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 15 മുമ്പായി ഈ വിവരം അറിയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയുടെ സബ്ജക്ട് ലൈനിൽ ഫീമെയിൽ നഴ്സസ് MOH KSA എന്ന് പ്രത്യേകം പ്രതിപാദിക്കുകയും വേണം. ബയോഡേറ്റ, അതുപോലെ തന്നെ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ആധാർ കോപ്പി എന്നിവയും മെയിൽ അയക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി ടെക്നീഷ്യന്മാരുടെ കുറച്ച് ജോലി സാധ്യതകൾക്ക് വേണ്ടി പറഞ്ഞുതരാം. UAE-യിലേക്ക് വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പുരുഷ ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനാവുക. ഇലക്ട്രീഷ്യൻസ് 50 പേര്, പ്ലംബർ 50 പേര്, ഡക്ട് ഫാബ്രിക്കേറ്റേഴ്സ് 50 പേര്, പൈപ്പ് ഫിറ്റർമാർ 50 പേര്, 25 വെൽഡർമാർ, ഇൻസുലേറ്റർ 50 പേര്, ഹവാക്ക് 25, 10 മാസൺ എന്നിങ്ങനെ 310 ഒഴിവുകളാണ് മൊത്തത്തിലുള്ളത്. ഇതിനൊപ്പം തന്നെ ഓവർ ടൈമിനുള്ള തുകയും ലഭിക്കുന്നതാണ്. താമസവും സൗജന്യമായിരിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 10 ആണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് odepc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ജോലി സാധ്യതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രസാർ ഭാരതിയിലാണ് ഒഴിവുകളുള്ളത്. പ്രസാർ ഭാരതിയിൽ ടെലികാസ്റ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 3 ഒഴിവുകളാണ് ഉള്ളത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത്. 2 വർഷത്തേക്കായിരിക്കും നിയമനം. അഭിമുഖത്തിന്റെയോ പരീക്ഷയുടെയോ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലായിരിക്കും ജോലി ലഭിക്കുക. 35 വയസ്സാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി. ഇതിന്റെ യോഗ്യതയായി പറയുന്നത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും ഡിപ്ലോമ പാസ്സായിരിക്കണം എന്നതാണ്. കൂടാതെ ക്യാമറ, ടെലികാസ്റ്റ് ഉപകരണങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ 1 വർഷത്തെ പരിചയം ആവശ്യമാണ്. കൂടാതെ സമാന സ്വഭാവമുള്ള ക്ഷേത്രത്തിന്റെയോ ട്രസ്റ്റിന്റെയോ കീഴിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. 35,000 രൂപയായിരിക്കും ഇതിന് ശമ്പളമായി ലഭിക്കുന്നത്. പ്രസാർ ഭാരതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷിക്കാനുള്ളത്.